ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10th ലെവൽ പ്രിലിംസ് സ്പെഷ്യൽ, അതായത് 10th ലെവൽ പ്രിലിംസ് എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ആണ്. അതായത് 2024 ജനുവരി മുതൽ നവംബർ വരെയുള്ള ഷുവർ ഷോട്ട് നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 10th ലെവൽ പ്രിലിംസ് എഴുതുന്ന കൂട്ടുകാരെല്ലാം നിർബന്ധമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണണം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ് എക്സാം ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. അപ്പോൾ നമുക്കറിയാം 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ഇപ്പോൾ എപ്പോഴെങ്കിലും കേട്ട് പഠിച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് നമുക്ക് നോക്കാം. വ്ളാഡിമിർ പുടിൻ എത്രാം തവണയാണ് റഷ്യൻ പ്രസിഡന്റായി അധികാരമേറ്റത്? 5ാം തവണയാണ്. അപ്പം നമുക്കറിയാം 2024 നിയമനങ്ങളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്, ഇന്റർനാഷണൽ നിയമനങ്ങളിൽ നിന്ന്. അതായത് 2024 മാർച്ചിലാണ് നമ്മുടെ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ 5ാം തവണയും അധികാരമേറ്റത്. ഇപ്പോൾ 2024 മാർച്ചിലാണ് 5ാം തവണയും നമ്മുടെ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ തുടർച്ചയായി അധികാരം ഏറ്റത്, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണി ദാസൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു അവാർഡാണ്. ഏതാണ്? ഹരിവരാസന പുരസ്കാരം. ഹരിവരാസന പുരസ്കാരം PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു അവാർഡാണ്. അപ്പം സ്ഥിരമായിട്ട് PSC പരീക്ഷകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണി ദാസൻ. ഹരിവരാസനം പാടിയത് ആരാണ്? യേശുദാസ് അല്ലേ? അപ്പം ഇതിനകത്തും ദാസ് ഉണ്ട്, ഹരിവരാസനം ദാസ്. കണക്ട് ചെയ്തോണേ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണി ദാസൻ. ഇത് പഠിച്ച ഒരു മാർക്ക് ഷുവർ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു മാർക്ക് ഷുവർ ആണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണി ദാസൻ. ഒരു മാർക്ക് ഷുവർ ആണ്. അടുത്ത നമുക്ക് നോക്കാം. 2024 പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താണ്? പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം നൽകിയത് 2024 ആർക്കാണ് ലഭിച്ചത്? നമ്മുടെ KR മീരയ്ക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KR മീര. മറക്കരുത്, ഒരു മാർക്ക് ഉറപ്പാണ്. അടുത്തത് 2024 ഡെങ്കിപ്പനിയെ മഹാമാരി രോഗമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിലാണ് 2024 ഡെങ്കിപ്പനിയെ മഹാമാരി രോഗമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. കർണാടകയിലെ മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ. കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാർ. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളതുള്ളൂ കർണാടക എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഇപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. 2024 ഡെങ്കിപ്പനിയെ മഹാമാരി രോഗമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? കർണാടക. ക്ലിയർ അല്ലേ? അടുത്തത് 2024 ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71ാം സ്ഥാനം. എന്താണ്? 1 വെള്ളി 5 വെങ്കലമാണ് കേട്ടോ നമ്മുടെ നേട്ടങ്ങൾ. അപ്പോൾ 2024 ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71ാം സ്ഥാനം, 1 വെള്ളി 5 വെങ്കലം. അപ്പോൾ നമ്മൾ പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക. പാരീസ് ഒളിമ്പിക്സ് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്നതാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, പാരീസ് ഒളിമ്പിക്സ്. അത് മാക്സിമം എല്ലാവരും കൂട്ടുകാരെയും ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്തത് 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സ്ട്രാസ്ബർഗ്. ഇതൊക്കെ നമ്മൾ കോഡ് വെച്ച് നമ്മുടെ മുമ്പത്തെ ക്ലാസ് കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് മനസ്സിലാവും. നമ്മൾ കോഡ് വെച്ച് പഠിച്ചതാണ്. 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സ്റ്റാർസ്ബർഗ്. അതെങ്ങനെയാണ് പഠിക്കുന്നത്? 2023 പുസ്തക തലസ്ഥാനം ആക്ര. അപ്പോൾ അന്നേരം നമ്മൾ കോഡ് വെച്ച് പറഞ്ഞത് ആക്രി പറക്കി നമ്മൾ എന്തായി? പുസ്തകമല്ലേ ആക്രിയായിട്ട് പറക്കുന്നത്. പുസ്തകം ആക്രി പറക്കി നമ്മൾ സ്റ്റാർ ആയത് എവിടെ പോയി? സ്റ്റാറായി കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്തൊക്കെ നമ്മൾ കോഡ് വെച്ച് പഠിച്ചതാണ്. 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സ്റ്റാർസ്ബർഗ്. മറക്കല്ലേ. അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂസിയത്തിൻ്റെ പേരാണ് യുഗേ ഭാരത് മ്യൂസിയം. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഡൽഹിയിലാണ്. എന്താണ് ആ മ്യൂസിയത്തിൻ്റെ പേര്? യുഗേ ഭാരത് മ്യൂസിയം. അടുത്ത നമുക്ക് നോക്കാം. ലോകത്തിലെ ആദ്യ എക്കോ സിറ്റി ഒരുങ്ങുന്ന രാജ്യമാണ് സൗദി അറേബ്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ ആദ്യ എക്കോ സിറ്റി ഒരുങ്ങുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സൗദി അറേബ്യ. അടുത്ത നമുക്ക് നോക്കാം.
2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18ാം സ്ഥാനമാണ്. 7 സ്വർണം 9 വെള്ളി 13 വെങ്കലം കേട്ടോ. 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18ാം സ്ഥാനമാണ്. 7 സ്വർണം 9 വെള്ളി 13 വെങ്കലം. ക്ലിയർ ആയേ? അടുത്ത നമുക്ക് പോയിട്ട് നോക്കാം. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ആരാണ്? കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ആരാണ്? കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ പോയിന്റ് എന്താണ്? സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ക്ലിയർ അല്ലേ? അടുത്തത് 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? KN ഹരിലാൽ. അപ്പോൾ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? KN ഹരിലാൽ. ക്ലിയർ അല്ലേ? അടുത്തത് 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആനന്ദ് ദർശൻ ശങ്കർ ആണ് കേട്ടോ. അപ്പോൾ 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആനന്ദ് ദർശൻ ശങ്കറാണ്. ക്ലിയർ അല്ലേ? അടുത്തത് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ, നിലവിലെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ ആണ്. അപ്പം നമുക്കറിയാം LDC എക്സാംസിനൊക്കെ നാറ്റോവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഇനി നമുക്ക് ചോദ്യങ്ങൾ വരാം. PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് നാറ്റോ. അപ്പോൾ നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ. നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ. ക്ലിയർ അല്ലേ? അടുത്തത് സൗരോർജ്ജ വൈദ്യുതി പകൽ ശേഖരിച്ച് സൂക്ഷിച്ച് രാത്രി ഉപയോഗിക്കുന്നതിനായി KSEB ആരംഭിക്കുന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് ബേസ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. സൗരോർജ്ജ വൈദ്യുതി പകൽ ശേഖരിച്ച് സൂക്ഷിച്ച് രാത്രി ഉപയോഗിക്കുന്നതിനായി KSEB ആരംഭിക്കുന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് ബേസ്. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം. 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? ലാപ്പത്ത ലേഡീസ്. നമ്മളെല്ലാം മിക്കവാറും എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുള്ള ചിത്രമാണ് ലാപ്പത്ത ലേഡീസ്. അതിൻ്റെ സംവിധായകൻ ആരാണെന്നോട് ഓർത്ത് വെച്ചോണം, കിരൺ റാവു ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? ലാപ്പത്ത ലേഡീസ്. സംവിധാനം കിരൺ റാവു ആണ്. 1 മാർക്ക് ഉറപ്പിച്ചോ. ഇത് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. നമ്മുടെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പം 1 മാർക്ക് നമുക്ക് ഉറപ്പിച്ചോളൂ. 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? ലാപ്പത്ത ലേഡീസ്. സംവിധാനം ആരാണ്? കിരൺ റാവു. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. 2024 ലോക ഹൃദയദിന പ്രമേയം ഏതാണ്? യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. അപ്പോൾ 2024 ലോക ഹൃദയദിന പ്രമേയം ഏതാണ്? യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. അടുത്തത് ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേർന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ്. നോട്ട് ചെയ്തോണേ. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ്. അതുപോലെ തന്നെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 11 കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം, പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. 2024 ലോക ഹൃദയ ദിന പ്രമേയം ഏതാണ്? യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. അതുപോലെ തന്നെ ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേർന്ന രാജ്യം ഏതാണ്? സ്വീഡൻ. ISROയായിട്ട് ബന്ധപ്പെട്ട ആദിത്യ L1, ചന്ദ്രയാൻ 3, അതുപോലെ തന്നെ എക്സ്പോസാറ്റ്, ഇതിൻ്റെ എല്ലാം ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയർ സീരീസ് പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം എത്രയാണ്? 11. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ്, വിജയ K രഹത്കർ ആണ്. അപ്പം നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനാണ് വിജയ K രഹത്കർ കേട്ടോ. വിജയ K രഹത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. ക്ലിയർ അല്ലേ? 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദി. നോട്ട് ചെയ്തോണേ, നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തർപ്രദേശിലെ വൃന്ദാവനാണ് കേട്ടോ. വൃന്ദാവനാണ്. അപ്പോൾ എന്താണ്? അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു പോയിന്റാണ്. നിലവിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, IMAയുടെ പ്രസിഡന്റ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ ആർ വി അശോകൻ. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. 2024 ജനുവരിയിൽ ഹേഗ് കൊടുങ്കാറ്റ് വീശിയ രാജ്യം UK ആണ് കേട്ടോ. അപ്പോൾ 2024 ജനുവരിയിലെ ഹേഗ് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം UK ആണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് നോക്കാം. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദിയാവുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദിയാവുന്നത് എവിടെയാണ്? തിരുവനന്തപുരം.
അതുപോലെ തന്നെ പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് കൂടി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏതാണ്? സാഞ്ചിയാണ്. മധ്യപ്രദേശിലെ സാഞ്ചി നഗരമാണ് ഇന്ത്യയിലെ സീറോ കാർബൺ ആയ നഗരം. അപ്പോൾ ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സാഞ്ചി, മധ്യപ്രദേശിലെ സാഞ്ചി. അതുപോലെ തന്നെ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണെന്ന് ചോദിക്കാം. ആനി ജോർജ് മാത്യു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നോട്ട് ചെയ്തോണേ. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ പറയണം ആനി ജോർജ് മാത്യു ആണ്. അതുപോലെ തന്നെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? നമ്മുടെ കൊല്ലമാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, നമ്മുടെ കൊല്ലമാണ്. അപ്പോൾ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ സാക്ഷരതയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പറയണം കൊല്ലമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഇവിടെയാണ്, മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ ആണ്. മാനാഞ്ചിറ സ്ക്വയർ എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. അതുപോലെ തന്നെ ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി കേട്ടോ. ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഓർമ്മ നശിക്കുന്ന ഒരു രോഗമല്ലേ, അതുകൊണ്ടാണ് ഓർമ്മത്തോണി എന്നുള്ള പേര് വന്നത്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്. നോട്ട് ചെയ്തോ. അപ്പോൾ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. അതുപോലെ തന്നെ 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം വൈക്കം സത്യാഗ്രഹമാണ്. അതുപോലെ തന്നെ നോട്ട് ചെയ്തോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണെന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം 346 രൂപയാണ്. 346 രൂപയാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരെന്താണ്? DC കണക്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ മാക്സിമം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതിനു മുമ്പേ നമ്മൾ ഒരു ക്ലാസ് ഇട്ടിരുന്നു നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങൾ, കംപ്ലീറ്റ് സാഹിത്യ പുരസ്കാരങ്ങളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. അത് മാക്സിമം കണ്ടിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അത് മാക്സിമം കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പം പുതിയൊരു വീഡിയോയും പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പം നമ്മുടെ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.